നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന കാരണം പൊന്നാനിയിൽ കർമ്മ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തേക്ക് പോകേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നാനിയിൽ നിന്ന് നമ്മൾ തിരൂർ പോകുന്ന റൂട്ടും അതുപോലെ തന്നെ നമുക്ക് ബീച്ചിലേക്ക് പോകുന്ന ആ വഴിയിൽ അവിടെ പാലം വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് സ്ഥലങ്ങളുണ്ട് ഇവിടേക്ക് വരാൻ. ഇവിടെ ഈ റൂട്ടിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോട്ടിങ് അതുപോലെ കുട്ടികൾക്ക് കളിക്കാൻ ഒരുപാട് ഫുഡ് ഐറ്റംസ് വെറൈറ്റി ഫുഡ് ഐറ്റംസുകളുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ കർമ്മയിൽ വന്നിട്ട് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഓരോ സെക്ഷനായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ചൂടും ചോറും കറിയും കൂട്ടും കുട്ടികൾക്ക് ചോറ് പുഴുങ്ങി വെക്കും. പൊന്നാനിയിൽ കർമ്മ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ പോയാൽ ഒരുപാട് സംഭവമുണ്ട്. നമ്മളെ ഈ റോട്ടിൽ കൂടെ പോകുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് വെച്ചാൽ ഒരുപാട് നമുക്ക് കാണാനുള്ള കാഴ്ചകൾ ഒരുപാടുണ്ട്. അപ്പോൾ എന്തായാലും ഈ കാഴ്ചകളും കൂടി നിങ്ങൾ കണ്ടതിൻ്റെ ശേഷമാണ് നമുക്ക് ബോട്ടിങ് അതുപോലെ ഫുഡ് ഐറ്റംസ് അവിടുത്തെ പാലം എല്ലാ വെറൈറ്റി സാധനങ്ങളൊക്കെ ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം കേട്ടോ. ചൂടും അവിടെ പോയാൽ കറങ്ങി വരും ചൂടും മുറ്റത്തൊരമ്മ ചോറും കറിയും കൂട്ടും കുട്ടികൾക്ക് ചോറ് പുഴുങ്ങി വെക്കും. പൊന്നാനിയിൽ കർമ്മ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ പോയാൽ ഒരുപാട് സംഭവമുണ്ട്. കുട്ടികൾക്ക് കളിക്കാനും ചിരിക്കാനും പ്രായമായവർക്കും കുട്ടികൾക്കും ബോട്ടിങ്ങുമുണ്ട്. പൊന്നാനിയിൽ കർമ്മ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ പോയാൽ ഒരുപാട് സംഭവമുണ്ട്. കുട്ടികൾക്ക് കളിക്കാനും ചിരിക്കാനും പ്രായമായവർക്കും കുട്ടികൾക്കും ബോട്ടിങ്ങുമുണ്ട്. പൊന്നാനിയിൽ കർമ്മ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ പോയാൽ ഒരുപാട് സംഭവമുണ്ട്. നമുക്ക് എന്തായാലും ഈ റോഡിൻ്റെ ഫുള്ള് നമുക്ക് ആദ്യം പോയിട്ട് വരാം. എന്നിട്ട് നമുക്ക് എല്ലാം ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന കാഴ്ചകളും ബോട്ടുകളും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തന്നതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഒരു എൻഡായിട്ട് കാണുന്ന പറഞ്ഞാൽ ബീച്ചിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പുതിയ പാലം വന്നിട്ടുണ്ട്. ആ പാലത്തിനോട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് അവിടെ പോയിട്ട് ജസ്റ്റ് തിരിച്ചു വന്നിട്ട് ബാക്കിയുള്ള എല്ലാ ഈ ഫുഡ് ഐറ്റംസൊക്കെ നൈറ്റിലൊക്കെ ഭയങ്കര വൈബുണ്ടോ, ഒരു രക്ഷയില്ല. നമുക്ക് ഒരുപാട് ഷോപ്പുകളും ലൈറ്റും പിന്നെ വെറൈറ്റി ഫുഡുകൾ എന്തൊക്കെ ഫുഡുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫുഡുകളുണ്ട്. അപ്പോൾ അതൊക്കെ കാണാനൊക്കെ ഭയങ്കര രസമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് കണ്ടുവരാം. കർമ്മ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ പോയാൽ ഒരുപാട് സംഭവമുണ്ട്. കുട്ടികൾക്ക് കളിക്കാനും ചിരിക്കാനും പ്രായമായവർക്കും കുട്ടികൾക്കും ബോട്ടിങ്ങുമുണ്ട്. കുറെ നല്ല കാറ്റും കുറെ നല്ല ചൂടും അവിടെ പോയാൽ കറങ്ങി വരും ചൂടും മുറ്റത്തൊരമ്മ ചോറും കറിയും കൂട്ടും കുട്ടികൾക്കായി ചോറ് പുഴുങ്ങി വെക്കും. പൊന്നാനിയിൽ കർമ്മ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ പോയാൽ ഒരുപാട് സംഭവമുണ്ട്. കുട്ടികൾക്ക് കളിക്കാനും ചിരിക്കാനും പ്രായമായവർക്കും കുട്ടികൾക്കും ബോട്ടിങ്ങുമുണ്ട്. പൊന്നാനിയിൽ കർമ്മ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ പോയാൽ ഒരുപാട് സംഭവമുണ്ട്. കുട്ടികൾക്ക് കളിക്കാനും ചിരിക്കാനും പ്രായമായവർക്കും കുട്ടികൾക്കും ബോട്ടിങ്ങുമുണ്ട്.
ചിരിക്കാൻ കുട്ടികൾക്കുണ്ട് അവിടെ ചിരിക്കാൻ ചിരിച്ചുകൊണ്ടേയിരിക്കാം 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 അവിടെ പൊന്നാനിയിൽ കർമ്മയിൽ പോകാമോ സന്തോഷമുണ്ട് അവിടെ കുട്ടികൾക്കുണ്ട് അവിടെ അവിടെ കുട്ടികൾക്ക് ചിരിച്ചുകൊണ്ടേയിരിക്കാം 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 അവിടെ പൊന്നാനിയിൽ കർമ്മയിൽ പോകാമോ സന്തോഷമുണ്ട് അവിടെ കുട്ടികൾക്ക് കളിക്കാനും അവിടെ കുട്ടികൾക്ക് ചിരിച്ചുകൊണ്ടേയിരിക്കാം 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 അവിടെ അങ്ങനെ നമുക്ക് ബീച്ചിലേക്ക് കടക്കാനുള്ള ആ ഒരു പുതിയ വന്ന പാലം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ പാലത്തിൻ്റെ മുകളിൽ കൂടെ നമുക്കൊന്ന് യാത്ര ചെയ്ത് അവിടുന്ന് നമുക്ക് തിരിച്ചു വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും പാലം എന്ന് പറഞ്ഞൊരു രക്ഷയിൽ അടിപൊളി സൂപ്പറാണ്. അപ്പോൾ ഈ കടലിൻ്റെ അവിടേക്ക് അങ്ങനെ ക്രോസിങ് വരുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അവിടെ ഇവർ ഇപ്പോൾ പുതിയ പാലം വന്നിട്ടുള്ള ആ പാലൊക്കെ എന്താ രസം എന്നറിയോ, അടിപൊളി. നമ്മൾ വിദേശത്തൊക്കെ പോയിട്ട് ബ്രിഡ്ജിൻ്റെ മേലെ കൂടെ യാത്ര ചെയ്യുന്ന അതേ ഫീലാണ്. അപ്പോൾ അടിപൊളി ഫീൽ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അതൊക്കെ ശരിക്കും അവിടെ പോയിട്ട് ഈ ബ്രിഡ്ജിൻ്റെ മേലെ നമുക്ക് നോ പാർക്കിംഗ് ആണെങ്കിൽ പോലും നമ്മളവിടെ സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ പോയി വണ്ടി നിർത്തിയിട്ട് നമ്മളിതിൻ്റെ മേലെ വന്ന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ആ വ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം. എന്ന് വെച്ചാൽ എന്ത് രസമാണെന്നറിയോ, ഒരു ബോട്ടുകളൊക്കെ ഫുള്ളിങ്ങനെ വെള്ളത്തിൽ നിരത്തിയിട്ടിട്ട് അങ്ങനെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളി ഒരു സ്ഥലമാണ് ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ. പൊന്നാനിയിൽ കർമ്മയിൽ പോകാമോ സന്തോഷമുണ്ട് അവിടെ ചിരിക്കാൻ കുട്ടികൾക്കുണ്ട് അവിടെ ചിരിക്കാൻ ചിരിച്ചുകൊണ്ടേയിരിക്കാം 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 അവിടെ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് വണ്ടി തിരിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ ബ്രിഡ്ജിൻ്റെ മേലെ നിന്നിട്ടുള്ള വ്യൂ കണ്ടില്ലേ, ഒരു രക്ഷയില്ല. ഒരുപാട് ബോട്ടുകളും അതുപോലെ ആ കാണുന്ന കായലുകളും കടലും ഇതും കൂടിയിട്ട് മുട്ടുന്ന ഓരോ ഏരിയകളൊക്കെ അങ്ങനെ കാണുമ്പോൾ എന്താ രസം എന്നറിയുക, എന്തൊരു ഭംഗിയിലാണെന്നറിയുക കിടക്കുന്നത്. ഇതിൽ നമുക്ക് അവിടെ നിന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു സൂര്യാസ്തമയം ആവണ ആ ഒരു സമയത്ത് എത്തിയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും വ്യക്തമായിട്ട് കാണാത്തത്. അല്ലെങ്കിൽ കുറച്ചും കൂടി വെളിച്ചത്തിലൊരു 4 മണി 3 മണി ആ ടൈമിലൊക്കെ നമ്മൾ എത്തിപ്പെടുകയാണ് ഒന്നുകൂടി നന്നായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാതും ശരിക്കും ആസ്വദിക്കാൻ പറ്റും. പിന്നെ രാത്രി ഇറങ്ങിയ മാക്സിമം നമ്മൾ ആ രാത്രി അവിടെ ശരിക്കും ആസ്വദിച്ചിട്ട് തന്നെ വരാം. കുറച്ച് ഒരുപാട് ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഇതൊക്കെ ഒരു ലൈഫിൽ ഒരു തവണ നമ്മൾ ഇത് നമ്മളെ എൻജോയ് ചെയ്യാൻ വേണം. അപ്പോൾ അതാണ് നമ്മൾ അവിടെ പോയി കണ്ടാലാണ് അത് പറഞ്ഞാൽ നമ്മൾ എത്ര മതിയെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാലും നിങ്ങൾക്ക് അത് മതിയാവില്ല. അവിടെ പോയി കണ്ടാലേ നിങ്ങൾക്ക് അത് അറിയുള്ളൂ. അവിടുന്ന് താഴത്തേക്ക് ഇറങ്ങി നമ്മളിങ്ങനെ ഓരോ ഷോപ്പുകളൊക്കെ നോക്കി വരുന്ന സമയത്താണ് നമുക്ക് ബോട്ടിങ്ങിന് ഉള്ള ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബോട്ടിങ്ങിൽ വയോ നിങ്ങൾ എന്തായാലും ഇവിടെ വന്ന് എൻജോയ് ചെയ്തിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം വെച്ചാൽ അത് അവിടെയുള്ള ആൾക്കാരും നല്ല സൗഹൃദമുള്ള ആൾക്കാരാട്ടോ. നമ്മളെ അവരെ ബിസിനസ്സിന് ഭാഗമായിട്ടായാലും നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളോട് സ്നേഹത്തോടെ വളരെ സ്നേഹത്തോടെയാണ് നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതും. നമ്മൾ ബോട്ടിൽ കയറ്റാനും അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കയറണം നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമൊന്നുമില്ല. പക്ഷെ നമുക്ക് അവിടെ കയറി എക്സ്പീരിയൻസ് ആയിരിക്കും നല്ലതായിരിക്കും. നമുക്ക് ഈ ഒരു ബോട്ടിങ്ങിൽ പോയിട്ട് നമുക്ക്
അടിപൊളിയായിട്ട് പോയി വരാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഞാൻ എന്തായാലും അവരെ പറഞ്ഞപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് കയറി നോക്കാം എന്നുള്ള ഒരു മൂഡോയി. അപ്പം അങ്ങനെ നമ്മൾ കയറി നമ്മളിനി അങ്ങോട്ട് മെല്ലെ ഒന്ന് കടലിൽ പോയിട്ട് വരാം. അതിനു ചുറ്റും നല്ലൊരു നടപ്പാലമുണ്ട്, ചുരുങ്ങിയ ചിലവിൽ നല്ലൊരു എക്സ്പീരിയൻസ് പോയി കാണണം. ചില്ലറ ചെലവിൽ കൂട്ടുകാരും കൂട്ടി കിടിലൻ ക്യാമ്പിംഗ് അനുഭവം നേടാം. അതിന്റെ ഉള്ളിൽ വെച്ച് ബോട്ടിങ്ങുമാകാം, അവിടെ നിന്നൊരു സൺസെറ്റും കണ്ടു നോക്കാം. കഴിഞ്ഞു പോകുന്ന നിമിഷങ്ങളൊക്കെ അനുഭവിക്കണം ജീവിതം പെട്ടെന്ന്. കയ്യിലൊത്ത സുഖങ്ങളും ബോധ്യവും വേണം, വന്നു കൂടിയാൽ ഓർമ്മകളാകും. അവിടെ ചെറിയൊരു ജലാശയമുണ്ട്, അതിനു ചുറ്റും നല്ലൊരു നടപ്പാലമുണ്ട്, ചുരുങ്ങിയ ചിലവിൽ നല്ലൊരു എക്സ്പീരിയൻസ് പോയി കാണണം. ചില്ലറ ചെലവിൽ കൂട്ടുകാരും കൂട്ടി കിടിലൻ ക്യാമ്പിംഗ് അനുഭവം നേടാം. അതിന്റെ ഉള്ളിൽ വെച്ച് ബോട്ടിങ്ങുമാകാം, അവിടെ നിന്നൊരു സൺസെറ്റും കണ്ടു നോക്കാം. നമ്മൾ ആദ്യം പോയി പാലം കയറിയില്ലേ, ആ കാണുന്നതാണ് ആ പാലോട്ട. ഈ പാലത്തിൻ്റെ മേലെ കൂടെയാണ് നേരത്തെ നമ്മൾ യാത്ര ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ വശത്ത് കൂടെ ഒക്കെ പോകുമ്പോൾ നമുക്കുള്ള വ്യൂസൊക്കെ എന്തായിരിക്കും. പിന്നെ അതുപോലെ നേരെ ഇനി കടലിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. അവിടെ നമുക്ക് കടലിനോട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ടച്ച് ചെയ്ത് പോരില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര നല്ല തിരമാല വരുന്നതുകൊണ്ട് നമുക്ക് അവിടേക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കുറച്ചുകൂടി നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ബോട്ടിൽ യാത്ര ചെയ്യുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഷേക്ക് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രത്തോളം ബുദ്ധിമുട്ട് നമുക്ക് അങ്ങോട്ട് അടുക്കും തോറും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു പോരും എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഈ വിഷ്വലൊക്കെ കണ്ടിട്ട് എന്താണെന്നുള്ളത് നിങ്ങൾ പറയുക, കമൻറ്റ് രേഖപ്പെടുത്തുക. എന്നൊരു സ്ഥലമുണ്ട്, അവിടെ പോയാൽ ഒരുപാട് സംഭവമുണ്ട്. കുട്ടികൾക്ക് കളിക്കാനും ഇരിക്കാനും പ്രായമായവർക്കും കുട്ടികൾക്കും ബോട്ടിങ്ങും ഉണ്ട്. മികച്ച ക്യാമ്പിംഗ് സ്പോട്ടുകളുണ്ട്, അവിടെ ചുമ്മാ പോയാൽ പോലും സംശയമുണ്ട്. ഇവിടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വഞ്ചികളൊക്കെ മീൻ പിടിക്കാൻ പോകുന്ന വഞ്ചികളാണ് കേട്ടോ. ഈ വഞ്ചികളൊക്കെ ഇവരിവിടെ തളച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ മീനെ പിടിക്കാൻ പോകുന്ന വഞ്ചികൾ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ. എത്രത്തോളം എന്നറിയുമോ. അപ്പോൾ ഇവര് ഇന്ന് കടലിൽ പോയിട്ടില്ല. അപ്പോൾ പോവാത്ത കാരണമാണ് ഇത്രയധികം ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നെ ഇതിനോട് അടുത്തായിട്ട് തന്നെ നമുക്ക് കുറേ ഇവിടെ ഇങ്ങനെ ബോട്ടുകൾ നിരത്തിയിട്ട് കാണാം. ഈ വഞ്ചികളൊക്കെ ഇങ്ങനെ ഒരുപാട് നിരത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണണം. എത്രത്തോളം എന്നറിയും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത്യാവശ്യം ബോട്ടുകൾ നിരത്തിയിട്ടുണ്ട്. കഴിഞ്ഞു പോകുന്ന നിമിഷങ്ങളൊക്കെ അനുഭവിക്കണം ജീവിതം പെട്ടെന്ന്. കയ്യിലൊത്ത സുഖങ്ങളും ബോധ്യവും വന്നു കൂടിയാൽ ഓർമ്മകളാകും. അവിടെ ക്യാമ്പിംഗ് അവിടെ ചുമ്മാ പോയാൽ പോലും സംശയമുണ്ട്. അവിടെ ചെറിയൊരു ജലാശയമുണ്ട്, അതിന് ചുറ്റും നല്ല നടപ്പാലമുണ്ട്, ചുരുങ്ങിയ ചിലവിൽ നല്ലൊരു എക്സ്പീരിയൻസ്. ആ കാണുന്നത് കണ്ടില്ലേ, ഒരുപാട് ഇതേപോലെ നിരത്തിയിട്ടിട്ട് അവരവിടെ എന്താ രസം എന്നറിയോ. ഇതിൻ്റെ അടുത്ത് കൂടെ ഒക്കെ പോകുമ്പോൾ നമുക്കത് കാണാൻ എന്താ ഭംഗിയെന്നറിയോ. അപ്പോൾ അത്രയധികം അവിടെ വരുന്നുണ്ടെങ്കിൽ അപ്പോൾ അത്രത്തോളം മീനുകളൊക്കെ ഇവിടെ വരുന്നുണ്ടാവും. അപ്പോൾ പൊന്നാനി ഹാർബറിൻ്റെ ആ ഭാഗത്തുള്ള ഈ ഇത്ര അധികം കാണാനും എന്താ രസം എന്നറിയോ. പിന്നെ അതുപോലെ നമ്മൾ സൂര്യൻ അസ്തമിക്കാനായിട്ടുള്ളത് കാരണം നമുക്ക് അവിടുത്തെ കളറൊക്കെ കണ്ടില്ലേ, എന്തൊരു വെറൈറ്റി കളറാണ്.
പോയി കാണണം. പോയി കാണണം. പൊന്നാനിയിൽ കർമ്മ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ പോയാൽ ഒരുപാട് സംഭവമുണ്ട്. കുട്ടികൾക്ക് കളിക്കാനും ചിരിക്കാനും പ്രായമായവർക്കും കുട്ടികൾക്കും ബോട്ടിംഗ്. അപ്പം നമ്മൾ അവിടുന്ന് കണ്ടിട്ട് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരിച്ച് വന്നുകൊണ്ട് നമ്മളെ ബോട്ടിൻ്റെ ഉൾഭാഷമൊക്കെ കാണിച്ചു തരാം. ഉൾഭാഷത്തൊക്കെ ലൈറ്റ് ഇട്ടിട്ടും അടിപൊളി പാട്ടൊക്കെ വെച്ചിട്ടൊക്കെ അടിപൊളിയാണ്. നമുക്ക് കോപ്പറേറ്റ് കാരണം നമ്മൾ പാട്ടിടുന്ന കാരണമാണ്. അപ്പോൾ വീണ്ടും നമ്മളെ ശേഷം പോകുന്ന ഇതൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഈ നൈറ്റിന് ടൈമിലാകുമ്പോൾ ബോട്ടിൽ ഫുൾ ലൈറ്റൊക്കെ ഇട്ട് നല്ല ചന്തവ് കാണാം. അപ്പോൾ നമ്മൾ ഇറങ്ങി. അപ്പോൾ ഇറങ്ങിയിട്ട് നമുക്ക് ഇവരെ ഈ ബോട്ടിങ്ങിൽ കയറുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരാണെങ്കിൽ അവിടെ പേരൊക്കെ കാണിച്ചു തരാം. അവർ കുഴപ്പമില്ല, നല്ല സർവീസാണ് അവരെ. അപ്പോൾ നമുക്കവിടെ അവരൊക്കെ കണ്ടിട്ട് അവിടെ കയറുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. അവർ നല്ല രീതിയിൽ നമ്മളവിടെ കൊണ്ടുപോയി. അപ്പം ഇനി കുറച്ച് ഫുഡിൻ്റെ കാര്യങ്ങളും അവിടുത്തെ ഹോട്ടൽ കാര്യങ്ങളൊക്കെ കാണിച്ചു. കുട്ടികൾക്ക് കളിക്കാനും ചിരിക്കാനും പ്രായമായവർക്കും കുട്ടികൾക്കും ബോട്ടിങ്ങുമുണ്ട്. കുറെ നല്ല കാറ്റും കുറെ നല്ല ചൂടും. അവിടെ പോയാൽ കറങ്ങി വരും ചൂടും. മുറ്റത്തൊരമ്മ ചോറും കറിയും കൂട്ടും. കുട്ടികൾക്കായി ചോറ് പുഴുങ്ങി വെക്കും. പൊന്നാനിയിൽ കർമ്മ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ പോയാൽ ഒരുപാട് സംഭവമുണ്ട്. കുട്ടികൾക്ക് കളിക്കാനും ചിരിക്കാനും പ്രായമായവർക്കും കുട്ടികൾക്കും ബോട്ടിങ്ങുമുണ്ട്. പൊന്നാനിയിൽ കർമ്മ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഓരോ ഫുഡും നമ്മൾ വെറൈറ്റി ഫുഡുകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് പരിചയപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ നമ്മളെ വീഡിയോ വലിയൊരു വീഡിയോ ആയി മാറും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോ ചുരുക്കി നിങ്ങൾക്ക് അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള എല്ലാം വ്യക്തമായിട്ട് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരാം. നിങ്ങളുടെ സ്വന്തം റാഷിദ് ഫർദാൻ. ബൈ.